എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 3-ാമത് വാക്യം. നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ എന്നുള്ള ആഴമായൊരു ചോദ്യമാണ്. ഈ ഭൂമിയിൽ താൽക്കാലിക ജീവിതത്തിനു വേണ്ടി കടന്നു വന്നിട്ടുള്ള ഏതൊരു മനുഷ്യനും നീതിമാന്മാരായി ജീവിക്കണമെന്നാണ് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ നീതിമാന്മാരായി ലോകത്ത് നാം ജീവിക്കുന്നു എങ്കിൽ അങ്ങനെ ഒരു ജീവിതം കൊണ്ട് സർവശക്തനായ ദൈവത്തിന് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ ഓർപ്പിക്കുന്ന വാക്കുകളുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാമത് വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീതിയോടെ ജീവിച്ചാലുള്ള പ്രയോജനം എന്താണ്? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന ഒരു നീതി നമുക്കുണ്ടായാലുള്ള പ്രയോജനം എന്താണ്? ദൈവത്തോട് കൂടെ നമുക്ക് വസിപ്പാനുള്ള അവസരം ലഭ്യമാകുന്നു എന്നതാണ്. 6-ാം വാക്യത്തിൽ വരുമ്പോഴും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിയിൽ ജീവിക്കുകയും ആവോളം നീതിയോടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ഓർപ്പിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വരുമ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ദാസനായ അബ്രഹാമിനോട് പറയാതെ ഞാൻ സോദോമിനെ എങ്ങനെ നശിപ്പിക്കും എന്ന് ചോദിക്കുകയാണ്. സോദോമിൻ്റെ നാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അബ്രഹാം, നീതിമാന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ആ പട്ടണത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ആഴമായി നിലവിളിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും നീതിപരമായ ജീവിതം കൊണ്ട്, സത്യസന്ധമായ ജീവിതം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ചില പട്ടണങ്ങളുടെ നിലനിൽപ്പിന്, ചിലരുടെ നാശത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് അത് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായിട്ട് ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ആ വാക്കുകൾക്കുള്ളിൽ ചെയ്തിട്ടുള്ളത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നോർപ്പിക്കുന്നു. നീതിമാനായി ജീവിക്കുന്നു എങ്കിൽ അവന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ഉള്ളത്തിന് പ്രസാദമുണ്ടാകുന്നു, ദൈവത്തിന് ഇഷ്ടം അവരിൽ ഉണ്ടാകുന്നു എന്നും ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിൽ തിന്മയിലും അനീതിയിലും ദുഷ്ടതയിലും ജീവിക്കുകയല്ല, നീതിയിൽ നമുക്കും ദൈവത്തിനും പ്രയോജനമുള്ളവരായി തക്ക തലത്തിൽ ജീവിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുവാൻ, നീതിക്ക് വേണ്ടി വിശന്ന്
ദാഹിച്ച് നിൽക്കുന്നവരായി ഞങ്ങൾക്ക് തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും, ആ ദൈവവചനത്തിലൂടെയുള്ള നീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.